നമസ്കാരം സാർ. സാർ, നമ്മുടെ പാലക്കാട് വലിയ ചർച്ചയായതാണ് വോട്ടിന് നോട്ട്. BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഒരാളെ നിയോഗിച്ച് അയാൾ വഴി വോട്ടർക്ക് പണം കൊടുത്ത് BJPക്ക് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. എൻ്റെ ചില വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. എന്താണ് സാർ ഇതിൻ്റെ വാസ്തവം എന്താണ്? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? BJP അങ്ങനൊരു മണ്ടത്തരം BJP കാണിക്കുമോ? പ്രത്യേകിച്ചും ഒരു ജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ, ശക്തമായ രാഷ്ട്രീയ പോര് നടക്കുന്ന ഒരു മണ്ഡലത്തിൽ BJP അങ്ങനൊരു മണ്ടത്തരം കാണിക്കുമെന്ന് നമുക്ക് കരുതാനാകുമോ? BJP കാണിച്ചാലും ശോഭാ സുരേന്ദ്രൻ കാണിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എന്നറിയാം, BJPയിൽ പലരും ഈ ഇലക്ഷനെ കുറിച്ച് അപക്വമായ അറിവുകളും അർത്ഥ അറിവുകളൊക്കെ ഉള്ളവർ കുറേ പേരുണ്ട്. ഇപ്പൊ ആദ്യമായിട്ട് ഇലക്ഷൻ ഏജന്റ് ആകുന്നവരൊക്കെ കണ്ടേക്കാം. ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയ പരിചയക്കുറവിന്റെ പ്രശ്നം BJPക്ക് ഉണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം 10 വർഷമായിട്ട് ഭഗീരഥ യുദ്ധം ചെയ്യുന്ന ഇലക്ഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് അവർ. ഒരു ഇലക്ഷൻ അല്ല, 10 വർഷമായിട്ട് ഉഗ്രൻ പോരാട്ടം. എവിടെ പോയാലും അവർ തീ പാറുന്ന പോരാട്ടം നടത്തി പരാജയപ്പെട്ടുള്ള ഒരാളാണ്. അപ്പോൾ പരാജയത്തിൽ നിന്നും പരാജയത്തിലേക്ക് പോയി വിജയത്തിൻ്റെ അടുത്ത് വരെ എത്തി വീണ്ടും പരാജയപ്പെട്ട് നിൽക്കുന്ന അവർക്ക് കഴിഞ്ഞ 30 വർഷമായിട്ട് പൊളിറ്റിക്സിൽ ഡയറക്റ്റായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് പൊളിറ്റിക്സിലെ കളി മുഴുവൻ അറിയാം. ഒരു കാരണവശാലും ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ ഒരു അബദ്ധം കാണിക്കില്ലെന്ന് മാത്രമല്ല, പണം കൊടുക്കുന്ന പരിപാടിയിൽ അവർ യാതൊരു വിധത്തിലും ഇൻവോൾവ് ആവുകയില്ല. ചിലപ്പം പാർട്ടികൾ ഒക്കെ ചിലപ്പോൾ ചെയ്തേക്കും. കാരണം കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലും ഇച്ചിരി പൈസ വാങ്ങിച്ച് വോട്ട് ചെയ്യുന്നവരുണ്ട്. ഞാനിത് ഫീൽഡിൽ നിന്ന് കണ്ടിട്ടുള്ള പൈസ, കുപ്പി, പിന്നെ ഭക്ഷണം, ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പിന്നെ കഴിഞ്ഞ ഭക്ഷണം കിട്ടണം, ചിലർക്ക് വണ്ടി കിട്ടണം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഡിമാൻഡുകളുള്ളതുണ്ട്. അപ്പോൾ ഇതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ, രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ എല്ലാവർക്കും അറിയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഇപ്പോൾ കത്തിക്കുന്ന മീഡിയകളുണ്ടല്ലോ, അവർക്കും ഇതറിയാം. അവർ പലയിടത്തും ഇത് കണ്ടിട്ട് ആ സാധനം എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പോകുന്നവർ ഒത്തിരി പേരുണ്ട്. കാരണം ഇവരിതൊന്നും ഇത് ഏറിയാൽ, ഇതിപ്പോൾ ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ടും താമര ചിഹ്നമായതുകൊണ്ടും അത് വിരിയുമെന്നുള്ളത് കൊണ്ടും പാലക്കാട് നിന്ന് ഒരു ഉഗ്രൻ ശേഷിയുള്ള ഒരു ശബ്ദം അസംബ്ലിയിൽ എത്തുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സാധനം മുഴങ്ങിയത്. വേറൊരു ഏറ്റുപിടിച്ചത് ഇല്ലെങ്കിൽ മീഡിയ ഒന്നും ഇത്രയും കവർ ചെയ്യേയില്ല. അവര് ഇപ്പം ഇതുപോലൊരു പണത്തിന്റെ ഇടപാട് ബേപ്പൂര് പറഞ്ഞല്ലോ. ഒരാൾ പറയാണ്, എനിക്ക് പൈസ തന്നു, വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എന്റെ കടയെ കൊണ്ടിട്ടിട്ട് പോയി. അത് UDFന്റെ സ്ഥാനാർത്ഥിയുടെ ഏജന്റ് അവിടെ എന്റെ കടയെ കൊണ്ടിട്ടിട്ട് പോയി. ഇതാ കണ്ടോ, ഇതാണ് നോട്ട്. ഇതൊക്കെ വെറും തട്ടിപ്പല്ലേ? അങ്ങനെ ഒരുത്തം ചെയ്യുമോ? എനിക്കറിയാം, ഞാൻ ഈ ഇലക്ഷനുമായി ഇൻവോൾവ് ചെയ്തിട്ടും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും പിന്നെ താഴെത്തട്ടിലുള്ള ആളുമായി ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് എനിക്കൊരു 10-30 വർഷമായിട്ട് ഈ ഫീൽഡിനെ കുറിച്ച് നല്ലപോലെ അറിയാം. ഇത് ചെയ്യുന്നുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്നുണ്ട്. ഒരു 10,000-1,500 പേര് ഇതിനായിട്ട് നിൽക്കുന്നവരുണ്ട്. അവർ നേരിട്ട് പറയും, അവർ തന്നെ പറയും. ഇപ്പൊ ഈ വല്യമ്മ പറഞ്ഞ പോലെ അവരും പറയും, എനിക്ക് പൈസ തന്നാലേ ഞാൻ വോട്ട് ചെയ്യും, എനിക്ക് കുപ്പി തന്നാലേ വോട്ട് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ഇന്നത്തെ എൻ്റെ ചെലവ് മുഴുവൻ വഹിക്കണം, കാരണം ഞാൻ ഇന്ന് ജോലി കളഞ്ഞാണ് നിൽക്കുന്നത്, അങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റുന്നിട്ട്. ചിലർ വളരെ ബുദ്ധിപൂർവ്വം പറയുന്നത്, ഞാൻ ഇന്ന് കൂലിക്ക് പോയാൽ എനിക്ക് 1,200 രൂപ കിട്ടും ശമ്പളം, മനസ്സിലായ? നിനക്കൊരു വോട്ടും ചെയ്ത് കറുത്ത പുള്ളി 30 ദിവസം കുത്തിക്കൊണ്ട് നടക്കാനായിട്ട് എനിക്ക് മനസ്സില്ല. അല്ലെങ്കിൽ എനിക്ക് 1,200 രൂപയ്ക്ക് പകരം അത് 1,200 രൂപ പിന്നെ അതിന്റെ ചെലവും കൂടെ തരണം, ഒരു 1,500 രൂപ തരണം, അല്ലെങ്കിൽ 1000 രൂപ തരണം എന്ന് പറയും. ഇത് നാട്ടു നടപ്പാണ്. അപ്പൊ ശോഭാ സുരേന്ദ്രന് ഈ പൈസ കൊടുക്കുന്ന പരിപാടി ഉണ്ടെന്നുള്ളത് അറിയാം, എല്ലാ പാർട്ടികളും ചെയ്യാറുണ്ട് എന്നുള്ളതും അറിയാം. നീ ചെയ്യണമെങ്കിൽ ചെയ്യുകയും ചെയ്യും. പക്ഷെ അതിങ്ങനെയല്ല ചെയ്യുന്നത്. എല്ലാ പാർട്ടികളും എങ്ങനെ ചെയ്യുന്നത്? സാധാരണ അവര് സ്ലിപ്പ് എഴുതാൻ പോകും. സ്ലിപ്പ് എഴുതി കൊടുക്കുമ്പോൾ സ്ലിപ്പ് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ പതിച്ച ഒരു നോട്ടീസ്, ഇതിനകത്ത് 100, 500 എങ്കിൽ 500, 1000 എങ്കിൽ 1000 വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിവിടെ പതിവാണ്. ഇത് ഒരു അറിയാത്ത ഒരു മാധ്യമവും ഇല്ല. ഇത് പാവപ്പെട്ട കുറെ വോട്ടർമാരുണ്ട്, അവർ അയ്യോ ഇങ്ങനെയും സംഭവിച്ചോ, ശോഭാ സുരേന്ദ്രൻ കാശ് കൊടുത്തോ എന്ന് ചോദിക്കുന്ന പരിപാടിയുണ്ട്. അപ്പൊ ഈ ശോഭാ സുരേന്ദ്രൻ കാശ് കൊടുക്കണമെങ്കിൽ അവർക്ക് നന്നായിട്ട് അറിയാതെ എങ്ങനെയാണ് കൊടുക്കേണ്ടത്. അവരൊരിക്കലും അവരവിടെ വന്ന്, അത് എത്ര ദൂരമാണ്, പാലക്കാട് നിന്ന് പിന്നെ ഒരു ഇന്നോവ കാറും വേറെ പുറകിൽ വേറൊരു കാറും ഒക്കെ പിടിച്ച് കണ്ണാടി പഞ്ചായത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടുത്തെ ഒരു വോട്ടിന് വേണ്ടി 4,000 രൂപയും കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ശോഭാ സുരേന്ദ്രൻ പോവുകയാണ്. പോയി ചെന്ന് അത് അവരുടെ കൂടെ നിൽക്കുന്ന പെണ്ണുമ്പിള്ളയെ ഏൽപ്പിച്ചിട്ട് അവര് മുല്ലപ്പൂവൊക്കെ ചൂടി അവിടെ ചെന്ന് ഇത് കൊടുക്കുന്ന ആരും കണ്ടുമില്ല, കാണിച്ചിട്ടുമില്ല. പക്ഷെ എങ്കിലും കൊടുത്തു എന്ന് തന്നെ വിചാരിക്കുക, നമുക്ക് അങ്ങനെ വിചാരിക്കാം. കൊടുത്തു ഉടനെ തന്നെ
പുറകിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ പറയുകയാണ്, തലേ ദിവസം ഈ പാർട്ടി അവരെ വീട്ടിൽ, ചന്ദ്രഗിരിയിലെ വീട്ടിൽ വന്നിരുന്നു. അതിന് പുറമെ അവിടുന്ന് 1 മണിക്കൂർ ദൂരമുള്ള ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിന്റെ അവിടുന്ന് 1 മണിക്കൂർ ദൂരം ഫോളോ ചെയ്ത് വന്നു. ഇതെങ്ങനെയാ പറ്റുന്നത്? ഞാൻ ചോദിക്കട്ടെ, എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കൂടെ ഒരു സ്ഥാനാർത്ഥി പോവുകയാണ്, ഞാൻ അവിടെ തന്നെ കാറും എടുത്ത് മൊബൈലും കൊണ്ട് അയാളുടെ പുറകെ പോകും? പോകണമെങ്കിൽ അവിടെ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടണം. അതെ, ഇയാളെ അവിടെ പോയി ഇന്നടത്ത് ട്രാപ്പ് ചെയ്യടാ എന്നൊരു ഇൻഫർമേഷൻ കിട്ടി. അപ്പൊ ഇതൊരു ഒന്നാം തരം കോൺസ്പിറസിയാണ്, കെണിയാണ്. ഈ കെണിയിൽ ഒരു കാര്യം ഞാൻ പറയാം, കോൺഗ്രസ്സുകാർക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് BJP ധൈര്യമില്ല. ധൈര്യം മാത്രമല്ല, അവർക്ക് ഇൻഫർമേഷൻ എങ്ങനെ കിട്ടുന്നേ? ഇപ്പൊ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാ? പാർട്ടി ഓഫീസിലാണ് പ്ലാൻ ചെയ്യുന്നത്. കാശ് കൊടുക്കണമെങ്കിലും കൊടുക്കണ്ടെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്യുന്ന പാർട്ടി ഓഫീസിലല്ലേ. അപ്പൊ പാർട്ടിക്കാരോ പ്ലാൻ ചെയ്ത പദ്ധതിയിൽ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇന്നടത്ത് ഇന്ന സമ്പർക്കത്തിൽ ഇന്ന പോകുമ്പം അതിനകത്ത് നീ പുറകെ വെച്ച് പിടിച്ചോണം, എന്നിട്ട് ഇങ്ങനെ ഒരു അവിടെ വണ്ടി റെഡിയാക്കി നിർത്തിയേക്കണം, ഞങ്ങള് മറ്റേ കാർ വരുമ്പോൾ നിനക്ക് മെസ്സേജ് തരും, വിട്ടോളാൻ പറയും. അങ്ങനെ പുറകെ വിട്ട് അയാൾക്ക് സൗകര്യം. എനിക്ക് തോന്നുന്നു ഈ സ്ത്രീയും അതിനകത്ത് ഏജന്റാണ്. മനസ്സിലായില്ലേ? ഈ പൈസ കൊടുത്തെന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ വല്യമ്മ കണ്ടെന്ന് പറയുന്ന സ്ത്രീ ഇതിനകത്ത് ഒരു ബന്ധപ്പെട്ട ആളാണ്. അവരെ ചോദ്യം ചെയ്താൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. എന്തുകൊണ്ട് മീഡിയ ഈ പയ്യന്മാരുടെ അടുത്ത്, ഈ ചെറുപ്പക്കാരുടെ അടുത്ത് ചോദിച്ചില്ല, നിങ്ങൾ എങ്ങനെ ഈ അറിവ് കിട്ടി, നിങ്ങൾ എങ്ങനെ പെട്ടെന്ന് പാഞ്ഞു വന്നു? സാധാരണയിൽ മീഡിയ അങ്ങനെ ചെയ്യുമല്ലോ. ശോഭാ സുരേന്ദ്രനെ ചോദ്യം ചെയ്യും, പൈസ കൊടുത്തെന്ന് പറയുന്ന ആളിനെ ചോദ്യം ചെയ്യും, പൈസ കിട്ടിയെന്ന് പറയുന്ന ആളിനെ ചോദ്യം ചെയ്യും. ഒപ്പം ഇത് എടുത്തവൻ്റെ അടുത്ത് ചോദിക്കണ്ടേ, എങ്ങനെ നിനക്ക് ഈ വീഡിയോ എടുക്കാൻ എങ്ങനെ അറിവ് കിട്ടി? ആര് പറഞ്ഞു? ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്ന് ശോഭാ സുരേന്ദ്രൻ വരുന്നു എന്ന് അവന് ദിവ്യദൃഷ്ടിയിൽ അറിയാൻ പറ്റുമല്ലോ. ഇല്ല. അപ്പൊ ആരോ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അറിഞ്ഞ് അവിടെ വന്നതാണ്. ആസൂത്രിതമായ ഗൂഢാലോചന, വളരെ ആസൂത്രിതമായി ചെയ്തതാണ്. അതായത് കറക്റ്റായിട്ട് വേണമെങ്കിൽ കാറിൽ ഇരുന്നുകൊണ്ട് ഒരു എടുക്കാൻ പറ്റുന്ന വിധത്തിൽ സീനുകൾ ഉണ്ടാക്കി, എന്നിട്ട് അവിടെ കോൺഗ്രസിന്റെ നേതാവിനെ അവിടെ എത്തിച്ച്, സാധാരണഗതിയിൽ പൈസ കൊടുക്കുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യുക. പാർട്ടിക്കാരായിരിക്കും മുഴുവൻ കാണുക, BJP-ക്കാർ തന്നെ കാണും. അവര് പല വീടുകളിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ മാത്രം കാണും. ആരാണോ കൊടുക്കുന്നത് അവർ മാത്രമേ കാണുള്ളൂ. എന്നിട്ട് അവര് നോട്ടീസും വിതരണം ചെയ്യും. അതിനിടയ്ക്ക് പൈസ കൊടുക്കാണ്ടെങ്കിൽ കവറിനകത്താക്കി വെച്ച് സ്ലിപ്പാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുകയും ആരും അറിയേയില്ല. കിട്ടുന്നവൻ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പൊ ഇത് ഒന്നാം തരം ട്രാപ്പാണ്. പക്ഷെ ഈ ട്രാപ്പിനകത്ത് ശോഭാ സുരേന്ദ്രൻ പെട്ടുപോയി. ശോഭാ സുരേന്ദ്രൻ ഒരു പക്ഷേ ഇത് അറിഞ്ഞിരിക്കില്ല, ഈ പൈസ കൊടുക്കുന്നത്, ഇടപാടും ഇങ്ങനെ എടുക്കുന്നതെന്ന് അറിഞ്ഞിരിക്കില്ല. അവർ നോക്കിയപ്പോൾ ഒരുത്തൻ അവരുടെ വീഡിയോ എടുക്കുന്നു, എന്തോ ആംഗ്യ ചേഷ്ടകൾ, അവരെ സെക്ഷുവലി ഹരാസ് ചെയ്യുന്ന ഒരു ചേഷ്ട കാണിക്കുന്നു. പാവം ചാടി ഇറങ്ങി അവനെ വരട്ടി. അപ്പൊ അവനെ വരട്ടുമ്പോൾ അവൻ പൊക്കോളൂന്നായിരിക്കും വിചാരിച്ചത്. പക്ഷേ ഇതിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്, ഇത് ഫേസ്ബുക്കിൽ ഇട്ടോണ്ടിരിക്കുകയാണെന്നുള്ളത് അറിയുന്നില്ല. ഇത് എല്ലാം പ്ലാൻഡ് ആണെന്നേ, കംപ്ലീറ്റ്. അതായത് മൊബൈൽ തട്ടിപ്പറിച്ചാലും അത് ഫേസ്ബുക്കിലൂടെ ലൈവ് കാണണം. അതിന് മുമ്പേ സാധനം ലൈവ് അതിനകത്ത് കയറി പോകണം. അങ്ങനെ ഫേസ്ബുക്കിൽ വരെ ഇട്ട് സംഗതി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, ഇതുകൊണ്ട് ശോഭാ സുരേന്ദ്രന് ഒരു ഗുണം കിട്ടി. നിശബ്ദ പ്രചരണത്തിന്റെ അന്ന് ഒരു പ്രചണ്ഡ പ്രചരണം നടത്താനുള്ള അവസരം കിട്ടി. ഉഗ്രം പ്രചരണം. ഈ കേരളം മുഴുവൻ, പാലക്കാട് മാത്രമല്ല കേരളം മുഴുവൻ അവർക്കൊരു പ്രചരണം കിട്ടി. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും, ചിലപ്പോൾ ഡൽഹിയിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ പലയിടത്തും ഈ ന്യൂസ് എത്തി, ആളുകൾ കണ്ടു. ഇന്നും പത്രങ്ങളിലൂടെ അവർക്ക് ഇന്നും പ്രചരണം പാടില്ലാത്ത ദിവസമാണ്. പത്രങ്ങളിലെല്ലാം ഇത് വരികയാണ്. ഇതുകൊണ്ട് ഒരു എഫക്റ്റും ഉദ്ദേശിക്കുന്ന ഉണ്ടാകാൻ പോലുള്ള എനിക്ക് തോന്നുന്നു ചിലപ്പം ഈ 4000 10,000 വോട്ട് കൂടുതൽ കിട്ടിയാലേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കോ. കാരണം ഇത് കണ്ടൊന്നും ആരും ഇപ്പൊ ധാർമ്മിക രോഷം ഉൾക്കൊള്ളാൻ എന്താ ഇതിനകത്ത് വകുപ്പുള്ളത്? ഇവിടെ പിന്നെ സർക്കാരുകൾ വോട്ടിന് കോഴ കൊടുക്കുകയല്ലേ. വി ഡി സതീശനും പിന്നെ KC വേണുഗോപാലും കേരള ഗവൺമെന്റിനെ കുറിച്ച് എന്താ പറഞ്ഞ? പിന്നെ 3-4 ഗഡു പെൻഷൻ കൊടുത്തു നിലമ്പൂർ ഇലക്ഷന് മുമ്പായിട്ട്. അപ്പൊ എന്താ പറഞ്ഞേ? ഇത് വോട്ടിന് കോഴയാണ്, ഇത് കൈക്കൂലി കൊടുത്തതാണെന്ന് പറഞ്ഞില്ലേ? അപ്പം പെൻഷൻകാരെ കൊണ്ട് ഇവരെ പിന്നെ പെൻഷൻ കിട്ടുന്നതിന് അപമാനിക്കുന്നു, ഞങ്ങൾക്ക് പെൻഷൻ കിട്ടാതാക്കുന്നു പറഞ്ഞിട്ട് അവരുടെ യൂണിയനിൽപ്പെട്ടവരാണ് പെൻഷൻകാർ. അപ്പൊ അതുകൊണ്ട് അവർ ബഹളം ഉണ്ടാക്കിച്ച് പൂട്ടിച്ചു. ഞാനെന്ന് പറഞ്ഞ് നിങ്ങളുടെ തത്വരെ കൊണ്ട് അവിടെ വേറൊരു യോഗം കൂടുകയാണ് വേണ്ടത്. KC വേണുഗോപാലും വി ഡി സതീശനും വേറൊരു യോഗം കൂടണം. എന്നിട്ട് പറയണം പെൻഷനെതിരെ അല്ല ഞങ്ങൾ പറഞ്ഞത്, പെൻഷൻ ഞങ്ങൾക്ക് കൃത്യസമയത്ത് തരാത്തതിനെതിരെയാണ് ഞങ്ങൾ പറഞ്ഞത്, ഇലക്ഷൻ വരുമ്പോൾ പൈസ തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് പെൻഷൻകാരെ കൊണ്ട് നിങ്ങൾക്ക് പറയിച്ചൂടെ? അതിനുള്ള സംവിധാനമില്ല, അതിനുള്ള ധൈര്യമില്ല അവർക്ക്. ഇല്ലെങ്കിൽ നിലമ്പൂർ ഈ കാര്യം പറയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ നടക്കുന്നില്ലേ? ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് എന്താ ബീഹാറിൽ നടന്നത്? 5000 രൂപ കൊടുത്തില്ലേ സ്ത്രീകൾക്ക്? കേരളത്തിൽ കൊടുത്തില്ലേ? തമിഴ്നാട്ടിൽ ഇപ്പൊ എന്താ കാർഡാ കൊടുക്കുന്നത്? TV വേണമെങ്കിൽ TV വാങ്ങിച്ചോ, വാഷിംഗ് മെഷീൻ വാങ്ങിച്ചോ, ഫ്രിഡ്ജ് വേണമെങ്കിൽ ഫ്രിഡ്ജ് വാങ്ങിച്ചോ, ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ. അല്ലെങ്കിൽ തേപ്പൂട്ടി മുതൽ കുറെ സാധനങ്ങളാണ് വേണ്ടത്.
ഗാർഹിക ഉപകരണങ്ങൾ ഗാർഹിക ഉപകരണങ്ങൾ മൊത്തം വാങ്ങിച്ചോ, കാർഡാ കൊടുത്തിരിക്കുന്നത്, ഇഷ്ടം നിങ്ങൾക്ക് വീട്ടിൽ ഏതാ വേണ്ടത് ഈ തുകയ്ക്കകത്തുള്ളതെല്ലാം എല്ലാം വാങ്ങിച്ചോളാൻ പറഞ്ഞ് കൊടുത്തിരിക്കല്ലേ. അപ്പൊ ഈ സർക്കാരുകൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ പണം കൊടുത്തു എന്ന് പറയുന്നത് വല്ല പ്രസക്തിയുണ്ടോ? ഒരു പ്രസക്തി ഇല്ലാതെ പിന്നെ അവരിതിൽ പ്രാളപ്പെട്ടു പോയി. അല്ല, അവരെ അപമാനിക്കാൻ ഒരു ശ്രമം അവമാനിച്ചു. അവര് എത്ര ശോഭയുള്ള ആളല്ല, പരിശുദ്ധയല്ല എന്ന് വരുത്താനുള്ള ശ്രമം വലിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇത് അറിഞ്ഞുകൂടാത്ത കുറെ പേരുണ്ട്. അവരിത് വിശ്വസിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ അവർ ഓട്ടൊന്നും മാറ്റാൻ പോണില്ല. കാരണം ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ട്. അവരൊന്നും ഇത് കണ്ട ഉടനെ ഒയ്യോ ധാർമ്മിക രോഷം എനിക്ക് ഉയർന്നുപോയി, അങ്ങനെ പൈസ വാങ്ങിച്ച ശോഭയ്ക്ക് ഞാൻ വോട്ട് ചെയ്യില്ല, അതിന് പകരം അതിന്റെ താഴത്തെ അടുത്ത പിഷാരടിക്കാണ് ഞാൻ വോട്ട് ചെയ്യാന്നൊന്നും ഒരുത്തരും ചിന്തിക്കില്ല. ഇത് ആർക്ക് ഗുണം? ഇപ്പം കോൺഗ്രസ്സുകാരായ കുറെ പേർക്ക് സന്തോഷം, ശോഭയെ നാറ്റിച്ചു, അതവർ പറയാനൊരു ആവേശം വേണം. തിരിച്ച് താമരയിൽ വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചവർക്ക് എന്തായാലും ഞാൻ പോയി വോട്ട് ചെയ്തിരിക്കും. കാരണം അവരെ ഇത്രയും നാറ്റിച്ചില്ലേ, പോയി വോട്ട് ചെയ്തിരിക്കും. ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചതാണ്. ഇങ്ങനെയും കൂടെ ഒരു എഫക്റ്റ് ശോഭയ്ക്ക് കിട്ടാനേ വഴിയുള്ളൂ, വേറെ ഒന്നും സംഭവിക്കില്ല. കാരണം വോട്ടെന്ന് പറയുന്നത് 5% ഒഴിച്ച് ബാക്കി മുഴുവൻ പേരും പല സർവേകൾ കണ്ടതാണ്. 3.5% ആണ് ഇലക്ഷന്റെ അന്ന് തീരുമാനിക്കുന്നത്. ബാക്കിയെല്ലാം നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കും. അവരുടെ തെളിവാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ മാറ്റമൊന്നും വരില്ല. ഞാൻ സാർ ഒരു സംശയം ഇതിനകത്ത് ചോദിക്കാനുള്ളത്, എന്തായാലും കേരളത്തിൽ വോട്ട് ചോരി ആരോപിക്കാൻ പറ്റില്ല, കേരളത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് ആരോപിക്കാൻ പറ്റത്തില്ല, പിന്നെ ആകെ ആരോപിക്കാൻ പറ്റുന്നത് BJP ജയിച്ചാൽ ഈ പറഞ്ഞതുപോലെ ക്രമക്കേടുകൾ ഇങ്ങനെ നടത്തി, പണം കൊടുത്തു, സൗജന്യങ്ങൾ കൊടുത്തു, കവട വാഗ്ദാനങ്ങൾ കൊടുത്തു. ഇപ്പൊ തൃശ്ശൂർ അങ്ങനെ ഒരു സാധനം നടന്നിരിക്കുക. കിറ്റ് കടയിരിക്കുന്നേ ഉള്ളൂ. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ടാണോ, കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിയിട്ടാണോ, BJPക്ക് വേണ്ടിയിട്ടാണോ എന്ന് ആർക്കും പിടിയില്ല. എങ്കിലും ഉടനെ അതെടുത്ത് BJPക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മുൻകൂർ ജാമ്യമാണോ? BJP ജയിക്കുമെന്ന് കണ്ടിട്ട് തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ BJPക്കെതിരെ ഉപയോഗിക്കാൻ, ഇപ്പൊ ഇത് കേസും വഴക്കും ഒക്കെ ആയിട്ട് കുറച്ചു നാൾ നടക്കാമല്ലോ, കുറച്ചു ദിവസം വാർത്തയാവും. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പരാജയം മറച്ചു വെക്കാൻ അതൊരു എളുപ്പ വഴിയായി. അതൊരു ഘടകം. അതിനേക്കാൾ ഉപരി ഇവരും ഞങ്ങളെ പോലാണ്. ഏറ്റവും പ്രധാനം അതാണ്. ഇവരും ഞങ്ങളെ പോലാണെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ ആരും ഇപ്പൊ ഇടതും വലതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അവർ തോളോട് തോള് ചേർന്ന് ഏജന്റുമാർ ഒന്നിച്ചിരിക്കുന്നു, ഒന്നിച്ച് ചായ കുടിക്കാൻ പോകുന്നു, തിരിച്ചു വരുന്നു, ഒന്നിച്ച് കൊടി കെട്ടുന്നു, ഒരു പ്രശ്നമില്ല. BJP വരുന്ന പ്രശ്നം എന്താ? ഞങ്ങൾ വികസനം കൊണ്ടുവരും, ഞങ്ങൾ സുരക്ഷ കൊണ്ടുവരും, ഞങ്ങൾ ക്ലീൻ പൊളിറ്റിക്സ് കൊണ്ടുവരും, വ്യത്യസ്തമായ ഒരു മെസ്സേജ് പറയുന്നു. വ്യത്യസ്തമായ നരേന്ദ്രമോദിയുടെ ഇമേജ് കൂടി ആവുമ്പോൾ അതും കൂടെ ആകുമ്പോൾ പ്രശ്നമാകുമെന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഒരു വിധത്തിലും ദോഷം ചെയ്യില്ല. ഇത് തീർച്ചയായിട്ടും വോട്ട് ചെയ്യാൻ നിശ്ചയിച്ച ആൾക്കാർക്കൊക്കെ തന്നെ. ഇതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഒരു ഗുണമുണ്ടായി. നിശബ്ദ പ്രചരണത്തിന്റെ അന്ന് ഒരു വാക്ക് പോലും TV-യിലോ അല്ലെങ്കിൽ പിന്നെ നാട്ടിലോ നടന്ന് പറയാൻ പറ്റാത്ത ദിവസം നമുക്ക് വളരെ ശക്തമായ ഒരു പ്രചരണത്തിന് അവസരം കിട്ടി. ഇന്ന് രാവിലെയും പത്രം എടുത്ത് നോക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ എല്ലാവർക്കും എത്ര കോടി രൂപയുടെ പരസ്യമാണ്. ഇത് വോട്ട് ചെയ്യുന്നവൻ സത്യത്തിൽ BJPക്ക് വലിയ ലാഭമാണ് കിട്ടിയത്. BJPക്ക് ഒരു ഫ്രീ ആയിട്ട് പരസ്യം 10,000 വോട്ട് എത്രയാണോ ശോഭയ്ക്ക് കിട്ടേണ്ടിയിരിക്കുന്നത് അതിന്റെ ഒരു 10,000 വോട്ട് ഇപ്പം കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ജയിക്കോ ഇല്ലയോ എന്നുള്ളത് ശോഭയ്ക്ക് നമുക്ക് മെയ് 4 തീയതി കണ്ടാലേ പറയാൻ ഒക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവിടെ അങ്ങനത്തെ ഒരു മണ്ഡലം ശക്തമായ മത്സരം നടന്നു. 40,000 ഏറ്റവും വലിയ റെക്കോർഡ് 50,000 വോട്ടാണ്. 50,000 ചില്ലാനം വോട്ടാണ് നമ്മുടെ BJP ഏറ്റവും മെട്രോമാൻ പിടിച്ച വോട്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ ജയിക്കണമെങ്കിൽ 58,000 60,000 വോട്ട് വേണം. അപ്പൊ 58,000 60,000 വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രധാന അങ്ങനെ കിട്ടി ശോഭ ജയിക്കുമെങ്കിൽ അതിന്റെ കാരണം ഒന്ന് ഇതാണ്. ഈ 4,000 രൂപയ്ക്ക് 10,000 വോട്ടാണെന്ന് നിങ്ങൾ കൂട്ടിക്കും. നാടകം നടത്തിയത് ആര് തന്നെയായാലും ശരി, നാടകം പൊളിഞ്ഞു. ഈ നാടകാന്തം കവിത്വം ഇവിടെ പാലക്കാട് സ്ഥിരം പതിവാണ്. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? പിന്നെ രാഹുൽ മാങ്കോട്ടത്തിന് സമയത്ത് ഒരു ഇതുപോലെ നീലപ്പെട്ടി. അതിനു മുമ്പ് പിന്നെ മെട്രോമാൻ നിന്നപ്പം അവിടെ മുഖ്യമന്ത്രി ആകുമെന്നും പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തി. പിന്നെ അദ്ദേഹം MLA ഓഫീസ് തുറന്നു. MLA ആകുന്നതിന് മുമ്പ് എങ്ങനെ നാറ്റിക്കാമോ അങ്ങനെയല്ല. ഓഫീസ് തുറന്നെങ്കിൽ തുറന്നോട്ടെ. ഇങ്ങനെ ഓഫീസ് എനിക്ക് വേണമെങ്കിൽ ഒരു ഓഫീസ് തുറന്നുവിട്ടെ, ഞാൻ ഇവിടുത്തെ ജനപ്രതിനിധി ആകുമെന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ നിന്ന് അപ്പൊ അതൊക്കെ പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്ത് നാറ്റിക്കുക എന്നുള്ളത് സ്ഥിരം പതിവാണ്. അത് പിന്നെ അവിടെ പിന്നെ പണ്ടേ ഷാഫി പറമ്പിലിനെയൊക്കെ കുറിച്ച് വലിയൊരു ആരോപണമുണ്ട്. അവിടെ
ഒരു സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഒരാൾ വന്ന് നിൽക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെയാണ് സരീൻ ഓടിപ്പോയത്. രാഹുൽ മാങ്കോട്ടത്തിന് ഇറക്കുമതി ചെയ്ത് അടുത്ത തവണ പിന്നെ ആറന്മുളയ്ക്ക് മാറിക്കോണം, ഞാനിവിടെ വരും. ഇനി ഇപ്പോഴും ഇതേ അവസ്ഥയാണ്. പിഷാരടി ജയിച്ചാൽ പിന്നെ 5 വർഷം കഴിയുമ്പോൾ ഓടിപ്പോക്കണം, തോറ്റാ പിന്നെ പ്രശ്നമില്ല. പിന്നെ ശോഭാ സുരേന്ദ്രൻ വരാതിരിക്കേണ്ടത് ഒരു ആവശ്യമാണ്. കാരണം അറിയുമോ, ശോഭാ സുരേന്ദ്രൻ വന്നാൽ ആ സീറ്റ് എന്നേക്കുമായിട്ട് പോയി. കോൺഗ്രസിനും പോയി, BJP-യിലുള്ള മറ്റുള്ളവർക്കും പോയി. അതുകൊണ്ട് ഇതൊരു പരസ്പര ഗൂഢാലോചനയാണോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്ക് ഈ മെയ് 4-ാം തീയതി അതെ നിങ്ങൾ അവർക്ക് കിട്ടാനുള്ള വോട്ടിൽ ഒട്ടും കുറവില്ല. 50,000-ൽ കുറഞ്ഞാൽ തീർച്ചയായിട്ടും BJP-യുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ടെന്നാണ്. 50,000-ൽ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ നാടകമാണ്. ഈ നാടകത്തിന്റെ അവസാനം എന്തായിരിക്കും എന്ന് നമുക്ക് മെയ് 4-ാം തീയതി അറിയാൻ കഴിയും. അപ്പോൾ അതുവരെ നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.